ഹായ് എവർ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പി ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടക്കറി ഓട്ടടയാണ് ഉണ്ടാക്കിയത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചെറുപയർ മുളപ്പിച്ച് വെച്ച അതിലേക്ക് വെജിറ്റബിളൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. ഞാനൊരു മണ്ണ് ചട്ടി കൊണ്ട് അതിലേക്ക് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാള അരിഞ്ഞിട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും ആവശ്യത്തിനുള്ള വെള്ളം, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വെച്ചു. ഇത് നന്നായി തിളച്ച് വരുമ്പോഴത്തേന് ഇതിലേക്ക് ചെറുപയർ മുളപ്പിച്ചത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചെറുപയർ പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേന് ഇത് ഇട്ടാൽ കൊടുത്താൽ മതി. ചെറുപയറിട്ടിട്ട് ഒന്ന് കലക്കിയെടുത്താൽ മതി. ഇതിനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പം ഇവിടെ നന്നായി തിളച്ചിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും മത്തനും ഇതൊക്കെ ഇട്ട് വെച്ച് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. ഇപ്പം കറിയൊക്കെ റെഡിയായി. അതിലേക്ക് കടുകും വെളുത്തുള്ളിയും കറിവേപ്പില വട്ടൽമുളക് ഇതൊക്കെ ചേർത്ത് വെക്കണം. ഇത് മല്ലിച്ചപ്പ് വെതറി കൊടുത്ത് ഇതിനെ അടച്ച് വെച്ചിട്ട് വെക്കണം. അപ്പോൾ അവിടെ കറി റെഡിയായി. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മുട്ട കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. 1/4 ടീസ്പൂൺ വലിയ ജീരകം, 1/4 ടീസ്പൂൺ മല്ലി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ വേണ്ടത് സവാള, കറിവേപ്പിൻ്റെ ഇല, ഇതിലേക്ക് ഒരു തക്കാളി, ഇതിലേക്ക് 1/4 ടീസ്പൂൺ വൈറ്റ് കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാണിക്കാൻ മറന്നുപോയി. പിന്നെ 1 ടേബിൾ സ്പൂണ് തേങ്ങ. കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് മാത്രം നല്ലൊരു മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കിക്കോളി. അപ്പം നല്ല ടേസ്റ്റായിട്ട് കിട്ടും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് 3 വട്ടൽമുളകല്ല കാശ്മീർ ചില്ലിട്ടിട്ട് അതൊന്ന് അരച്ചെടുത്തു. അപ്പം ഞാനൊരു മണ്ണ് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചു. പിന്നെ കറിവേപ്പിൻ്റെ ഇല ചേർത്തു. പിന്നെ ഈ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് കലക്കിയെടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴത്തേന് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പത്തിന് നമ്മൾക്ക് മുട്ട ഒന്നും ഹാർഡാവാതെ നല്ലതിൽ കിട്ടുന്നുണ്ട്. ഇതിലേക്ക് 5 മുട്ട പൊട്ടിച്ച് വെച്ചു. ഇത് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കണം. കയറൊന്നും ഇടാതെ തിളപ്പിച്ചെടുത്താൽ മതി, ഇളക്കി കൊടുക്കാതെ. പിന്നെ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല വെതറി കൊടുത്തു. കറിയും റെഡിയായി, ഓട്ടടയും റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ഉള്ളത് കൊടുത്തു. നല്ലൊരു
ടേസ്റ്റ് ആയിട്ടുള്ളൊരു മുട്ടക്കറി. ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചാൽ മതി. പിന്നെ ഞാൻ ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സൊക്കെയുള്ള ചോറും അതേപോലെ ഞാൻ ചെറുപയർ മുളപ്പിച്ചത് അതിൻ്റെ കൂടെ വെജിറ്റബിൾ ആഡ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് ഒകർന്ന് കൊടുത്താൽ മതി. കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവങ്ങളാണിത്. നല്ലൊരു റെസിപ്പിയാണിത്. കുട്ടികൾക്ക് ഹെൽത്തിയാണ്. ചെറുപയർ മുളപ്പിച്ചതും അതേപോലെ വെജിറ്റബിളൊക്കെ ചേർത്തതും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. പിന്നെ ഞാൻ സ്നാക്സിന് നേന്ത്രപ്പഴമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ.